ന്യൂസിലൻഡിനെതിരെയുള്ള ആദ്യ ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റിന്റെ മികച്ച വിജയം. ന്യൂസിലൻഡ് നേടിയ 300 എന്ന വമ്പൻ സ്കോർ ചേസ് ചെയ്ത ഇന്ത്യ 6 പന്തുകൾ ബാക്കി നിൽക്കെയാണ് 6 വിക്കറ്റുകൾ നഷ്ടമാക്കി വിജയത്തിലെത്തിയത്. 91 പന്തിൽ 93 റൺസ് നേടി ഇന്ത്യൻ വിജയത്തിന് അടിത്തറ പാകിയ വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് വിജയിച്ച ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ ബൗളിങ്ങിനെ മികച്ച രീതിയിൽ നേരിട്ട കിവീസ് ഓപ്പണേഴ്സ് ടീമിന് മികച്ച തുടക്കമാണ് നൽകിയത്. അർദ്ധ സെഞ്ചുറി നേടിയ ഇരുവരും ചേർന്ന് ടീമിന് ആദ്യ വിക്കറ്റിൽ തന്നെ 117 റൺ സമ്മാനിച്ചു. 22-ാം ഓവറിൽ ഹെൻറി നിക്കോൾസിനെ പുറത്താക്കി ഹർഷിത് റാണയാണ് ആദ്യ വിക്കറ്റ് വീഴ്ത്തിയത്. ഒരു ഓവറിന് ശേഷം മറ്റൊരു ഓപ്പണർ കോൺവേയെ റാണ തന്നെ ബൗൾഡ് ചെയ്ത് മടക്കി. തുടർന്ന് മികച്ച രീതിയിൽ ബൗൾ ചെയ്ത ഇന്ത്യൻ ബൗളേഴ്സ് റണ്ണൊഴുക്ക് തടഞ്ഞ് വിക്കറ്റുകൾ സ്വന്തമാക്കിയെങ്കിലും ഡാരിൽ മിച്ചൽ ഒരറ്റത്ത് നിന്ന് പൊരുതിയതോടെ ന്യൂസിലൻഡ് 280 കടന്ന് മുന്നേറി. 48-ാം ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയുടെ മുമ്പിൽ മിച്ചൽ പുറത്താവുമ്പോൾ 71 പന്തിൽ 5 ഫോറും 3 സിക്സും ഉൾപ്പെടെ 84 റൺസായിരുന്നു നേടിയത്. ഒടുവിൽ നിശ്ചിത 50 ഓവറിൽ 300 എന്ന മികച്ച സ്കോറിലെത്താൻ കിവീസിന് കഴിഞ്ഞു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് 9-ാം ഓവറിൽ 26 റൺസ് എടുത്ത രോഹിത്തിന്റെ വിക്കറ്റ് നഷ്ടമായി. തുടർന്നെത്തിയ കോഹ്ലി ഗില്ലുമായി ചേർന്ന് ഇന്ത്യക്കായി മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 13-ാം ഓവറിൽ ആദിത്യ ശോകനെതിരെ ബൗണ്ടറി നേടി കോഹ്ലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 റൺസ് തികച്ചു. പിന്നീട് സംഘക്കാരെ മറികടന്ന് ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായി കോഹ്ലി മാറി. 34,357 റൺസ് നേടിയിട്ടുള്ള സച്ചിനാണ് ഈ പട്ടികയിൽ ഒന്നാമതുള്ളത്. 27-ാം ഓവറിൽ ക്യാപ്റ്റൻ ഗില്ലിനെ ഇന്ത്യക്ക് നഷ്ടമായി. 71 പന്തിൽ 3 ഫോറും 2 സിക്സും ഉൾപ്പെടെ 56 റൺസായിരുന്നു ഗില്ലിൻ്റെ സംഭാവന. തുടർന്ന് ശ്രേയസ് അയ്യരുമായി ചേർന്ന് കോഹ്ലി ഇന്ത്യൻ സ്കോർ 200 കടത്തി. എന്നാൽ സെഞ്ചുറിയിലേക്ക് കുതിച്ച കോഹ്ലി 40-ാം ഓവറിൽ മടങ്ങിയത് ഇന്ത്യൻ ആരാധകർക്ക് നിരാശ സമ്മാനിച്ചു. 91 പന്തിൽ 8 ഫോറും 1 സിക്സും ഉൾപ്പെടെ 93 റൺസായിരുന്നു കിങ് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും പിറന്നത്. അയ്യരും ജഡേജയും അതിവേഗം മടങ്ങിയതോടെ ഇന്ത്യ അല്പം പരിഭ്രമിച്ചെങ്കിലും 6-ാം വിക്കറ്റിൽ KL രാഹുൽ ഹർഷിത് റാണ കൂട്ടുകെട്ട് ഇന്ത്യയെ വിജയത്തിനടുത്തെത്തിച്ചു. 47-ാം ഓവറിൽ 29 റൺസ് നേടിയ റാണ മടങ്ങിയെങ്കിലും വാഷിംഗ്ടൺ സുന്ദറുമായി ചേർന്ന് രാഹുൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. പരമ്പരയിലെ 2-ാം മത്സരം ജനുവരി 14-ന് ബുധനാഴ്ച രാജ്കോട്ടിൽ വെച്ച് നടക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.